ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഏറെ ദിവസത്തിന് ശേഷം മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറുകയും 4786 കോടിയുടെ ബൈങ് നടത്തുകയും ചെയ്തു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 3072 കോടിയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. തുടർച്ചയായ 12ാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറിയിരിക്കുന്നത്. 2025 ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇതുവരെ 1,15,619 കോടിയുടെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,20,439 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും സ്റ്റോക്ക് ഓഫ്ലോഡ് ചെയ്യുന്നത് മാർക്കറ്റിൽ തന്നെ അൺസർട്ടനിറ്റി സൃഷ്ടിക്കുന്നതിനും മാർക്കറ്റിലെ കറക്ഷന് പിന്നിലെ ഒരു പ്രധാന കാരണമായും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ 22,800 മാർക്കറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണെന്നുള്ള വസ്തുത കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകും. ഇന്ന് തുടക്കത്തിൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരികയും ഇൻഡെക്സ് 22,800 വരെ ഇടിയുകയും ചെയ്തു. അവിടെ നിന്നും ബോട്ടം ലെവലിൽ ഒരു റിക്കവറി ആരംഭിക്കുകയും തുടക്കത്തിൽ മാർക്കറ്റ് ഓപ്പണായ അതേ റേഞ്ചിനടുത്ത് തന്നെ മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറുകളാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതേസമയം FMCG, ഓട്ടോ തുടങ്ങിയ സെക്ടറുകൾ മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഓവറാൾ മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് ബിയറിഷായി തന്നെ പ്രവർത്തിക്കുന്നു. 23,050 വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 23,300 മറ്റൊരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 23,300 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നു എന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓവറാൾ മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്തും ഇന്ന് നെഗറ്റീവ് ആയിരുന്നു. ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 1%, സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 1.5% ഇടിഞ്ഞു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മോശമായതിനെ തുടർന്ന് ഹെവി സെല്ലിംഗ് നേരിടുന്ന ഡിഫൻസ് സെക്ടറിലെ ഒരു സ്റ്റോക്കായി മാറിയിട്ടുണ്ട് സൺ ടെക്നോളജി ലിമിറ്റഡ്. സൺ ടെക്നോളജി ലിമിറ്റഡിൻ്റെ എസ്റ്റിമേഷനിൽ വന്ന ഇടിവിൻ്റെ പശ്ചാത്തലത്തിലും 2026 ഫിനാൻഷ്യൽ വരെ കമ്പനി അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മോത്തിലാൽ ഒസ്വാൾ പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികൾ പറഞ്ഞതിൻ്റെയും പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ തുടർച്ചയായ സെല്ലിംഗ് വരുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 10% ഇടിഞ്ഞ് 972 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇയർ ഓൺ ഇയറിൽ പെർഫോമൻസ് മികച്ചതാണ്. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 22% വർദ്ധിച്ച് 31 കോടിയിൽ നിന്ന് 38 കോടിയിലേക്ക് എത്തിയപ്പോൾ സീക്വൻഷ്യലി കമ്പനിയുടെ പ്രോഫിറ്റ് പകുതിയാവുകയായിരുന്നു. അതുപോലെ തന്നെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 44% വർദ്ധിച്ച് 98 കോടിയിൽ നിന്നും 141 കോടിയിലേക്ക് എത്തിയപ്പോൾ സീക്വൻഷ്യലി റവന്യൂ 241 കോടിയിൽ നിന്നും 40%-ലേറെ ഇടിഞ്ഞ് 141 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എബിറ്റ മാർജിൻ ഇയർ ഓൺ ഇയറിൽ 35% ഉയർന്നപ്പോൾ സീക്വൻഷ്യലി 47%-ൽ നിന്നും 30.5%-ലേക്ക് കുറയുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ 2025-26 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് റെഡ്യൂസ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റും സ്റ്റോക്കിൽ നമ്മൾക്കിന്ന് കാണാൻ സാധിക്കുകയും ചെയ്തു. കൂടാതെ ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്ക് 2026 ഫിനാൻഷ്യൽ ഇയർ വരെ അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മോത്തിലാൽ ഒസ്വാൾ പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ നിലനിൽക്കുന്നത്. സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിന് 800-നടുത്ത് ഒരു സപ്പോർട്ടുണ്ട്. ഈ 800 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് 600-650 തുടങ്ങിയ റേഞ്ചുകളിലേക്ക് ചിലപ്പോൾ ഇടിഞ്ഞേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.